എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്ഷമിക്കുക. കണ്ണൂരിലെ ബേണാച്ചേരിക്കടുത്തുള്ള ബേബി ബീച്ചിലേക്കാണ് പോകുന്നത്. കണ്ണൂരിലെത്തിയ സമയത്ത് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചത്. ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പം നല്ല വൈബായിട്ടുള്ള ബീച്ച് ബേബി ബീച്ചാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ബേബി ബീച്ചിലേക്കുള്ള റൂട്ടാണ് കേട്ടോ ഇത്. ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലോങ് ഉണ്ട് ബേബി ബീച്ചിലേക്ക്. അതുകൊണ്ട് ഒരു ഓട്ടോ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാം. അത്രയേറെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബേബി ബീച്ചിലെത്തി. ആണ് ബേബി ബീച്ചിൻ്റെ ഫേമസ് ആയിട്ടുള്ള കഫേ കജെ. റിസോർട്ടും കഫേയും നോക്കുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ഒന്നാണിത്. നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അതിന് നേരെ താഴെയുള്ള കഫേ ക്ലിഫ് ടോപ്പിലേക്കാണ് കേട്ടോ. അവിടുത്തെ 2-3 സ്നാക്സും ഒരു ജ്യൂസും ട്രൈ ആക്കിയിട്ടുണ്ടായിനി. ഇവിടുത്തെ ബർഗറിന് 25 റുപ്പിയാണ് വരുന്നത്. ഇവിടുത്തെ എല്ലാ ഐറ്റംസും 25 ആൻഡ് 35 റുപ്പീസിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു കഫേൻ്റെ ആംബിയൻസും കാര്യങ്ങളെല്ലാം സെറ്റായിരുന്നു കേട്ടോ. ചെറിയൊരു കഫേ ആണ്, പക്ഷെ ഇവിടെ നിന്നാലേ ബേബി ബീച്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വ്യൂവും കാര്യങ്ങളും കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാം. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണിത്. ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിക്ക് പറ്റിയ സ്ഥലങ്ങളുണ്ട്. നല്ലൊരു പീസ്ഫുൾ വൈബ് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇത് വിസിറ്റ് ചെയ്യാം. ഞങ്ങൾ ഉച്ച സമയത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ വരാൻ ഏറ്റവും ബെസ്റ്റ് ഈവനിങ് ടൈം, നൈറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരുപാട് കോളേജ് സ്റ്റുഡൻസൊക്കെ ബീച്ച് വൈബിൽ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണല്ലോ. അങ്ങനെ കുറച്ച് നേരം ബീച്ച് വൈബൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഒരു ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇതെന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ. എൻ്റെ ഇന്നത്തെ ഈ ഒരു കണ്ണൂർ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്